പോയതാണ് എടുത്ത് മടിയതാ ഇപ്പൊ ആദ്യം തുടങ്ങിയതാ. അതിപ്പോ കൊല്ലം തോറുണ്ടാ ഇവിടുന്ന ഒരു പോക്ക് കണ്ണിയും വരവും പിന്നെ കൊലത്തൊക്കെ കരസം തേടിയിട്ടും ഇതെല്ലാം ഇവിടുന്ന പോക്ക്. അതിപ്പോ എത്ര കാലം ഉണ്ടാവും എനിക്ക് എന്റെ ആയിട്ടുള്ള കാലം വരെ കൊണ്ടു പോണമെന്നാ എനിക്കുള്ള ആശ. ഇതിപ്പോ ഇവിടുന്ന് തുടങ്ങിയിട്ട് എത്ര കാലമായി? 10-20 കൊല്ലത്തോളായിപ്പോയി. ആരാ ഇവിടെ ആദ്യം തെറ കൊണ്ടുവന്നാണ് ഇത്? കൊണ്ടുവന്ന് ഇവിടെ വേറെ കരിപ്പാളി ഇത് ഇവിടുന്ന് എഴുതും വരവും മറ്റേ തണ്ടാൻ തെരെല്ലാം എപ്പം തൊട്ട് എവിടെ വന്ന നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അതിന്റെ മുമ്പേ അച്ഛൻ പറയാണ്ട് ഇങ്ങനെ തെറ ഇവിടുന്ന് അടിയറ പോക്കുണ്ട് തണ്ടാൻ തേട് വരുമ്പോൾ അന്ന് അച്ഛനെ എന്താണ്ടായി. ഇപ്പൊ അച്ഛൻ മരിച്ചേരെ ആദ്യം ഇപ്പൊ എടുത്ത് കൂട്ടിയതാ. അത് മരിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു, മരിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. അതെന്തെന്നാ തരാന്ന് നിനക്ക് അറിഞ്ഞു. ഇപ്പൊ അത് രണ്ടാമത്തെ പോലെ തെറ കഴിക്ക് തന്നെ ഒരുങ്ങിയറിയ. ഇപ്പൊ ഇവിടുന്ന് തന്നെ പോണോന്ന് ചാശി വെക്കുന്ന പോലെ പറഞ്ഞത്. ഇവിടുന്ന് തന്നെ പോണോന്ന്, ഇവിടുന്ന് പോണോന്ന് പോലെ ചോദിച്ചു ഉടമസ്ഥന്മാര്. ഇവിടുന്ന് തന്നെ പോണം, ഇമ്മാണ്ടെന്ന് തന്നെ പോണോന്നാ പറഞ്ഞത്. അങ്ങനെയാണുള്ളത്. ഇതിപ്പോ എത്ര കാലം നീണ്ടു പോകുന്നില്ല. എനിക്ക് തന്നെ അവസരമായ പോലെയുള്ളത്. തീരെ തുകയില്ല. എന്റെ കുടുംബക്കാർ ഏറ്റെടുക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റുമല്ല. കുടുംബക്കാരെല്ലാരും കൂടി വന്നിട്ട് സഹകരിച്ചിട്ട് എന്നെ സഹായിക്കുന്നു. അന്നെല്ലാരും വരും. അതിന്റെ മുമ്പേ വന്നോക്കൂ. ഇപ്പൊ ഉണ്ട് കുറച്ചാൾ കുടുംബക്കാർ ഇനിയാണുള്ളത്. അതിനെന്ത് പറയും, അങ്ങനെയെല്ലാം ഞാൻ ഒപ്പിച്ച് അങ്ങ് നടത്തുന്നുണ്ട്. ഓല എല്ലാ സാധനവും കൊണ്ടെത്തി പോയി. പല സാധനവും ഞാനിങ്ങനെ വാങ്ങേണ്ടി വരും. ഇതെല്ലാരാ അത് ആങ്ങളാ, ഒന്ന് അച്ഛന്റെ പെങ്ങളെ മക്കളെ ഒന്ന് മൂത്തേച്ചേ, പിന്നെ അമ്മാവൻ. മളെ ചോറെടുത്ത് കാണിക്കും. ഓരോ മുത്തിന് ഇടപാട് കുറച്ചുണ്ടോ? ആരാ ഇരുന്നേ? അങ്ങനെയല്ല, ചോറ്റിന് പിന്നെ മാങ്ങാക്കറി, പിന്നെ ഒരു പച്ചടി, പിന്നെ സാമ്പാറ്, പിന്നെ ഇത് അച്ചാറ്, പപ്പടം, പായസം. പായസം മണം പുയ്ക്കും വേണം. പുയ്ക്ക് പുയ്ക്ക് പിന്നെ ഇലാക്കുന്ന പോലത്തേക്ക് തേടും വരും. ഒരു 2 മണിക്ക് അങ്ങനെ കലശം നിറക്കുക. അന്നേരം പുയ്ക്കും ഈര വെള്ളം കൊടുക്കണം. ഇങ്ങനെയല്ല ഉള്ളത്. ഇപ്പൊ ഇനിയിപ്പോ കഴിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. ഒക്കെ എന്റെ കുടുംബങ്ങളുടെ തലയിട്ടിട്ട് ഞാൻ ഇങ്ങനെയെല്ലാം നടത്തുന്നത്. എല്ലാവരും വരും അന്ന്. ഇനിയിപ്പോ എങ്ങനെയാന്നുള്ളത് ഇനി ഓരോ എന്തെന്നൊന്നും കുടുംബങ്ങളുണ്ട്. ഏട്ടന്റെ മക്കളും ഞങ്ങളെന്റെ മക്കളും എല്ലാവരും. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിച്ചാല്, നമ്മളെ മുത്താച്ചിന്റെ നിങ്ങളെ അച്ഛന്റെ അമ്മേന്റെ ശരിയായ സ്ഥലം എവിടെയാ? ഞങ്ങൾക്കതൊന്നും അറിഞ്ഞൂടാ. മുത്താച്ചിനെ മുത്തച്ഛനെ കണ്ടിരുന്നല്ലാണ്ട് എങ്ങനെയാ നിലവിൽ വന്നേ അത് മനസ്സിലാണോ? എങ്ങനെയാണ് ഈ തറവാട് വന്ന എന്റെ അച്ഛനാ പിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന. പിന്നെ എഴുന്നതിനോട് എനിക്ക് മറന്നുവല്ലോ. ചെക്കിയാടാ? അല്ല, വെള്ളൂര് എന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടു. മൂത്തിയച്ഛനാ? ഇവിടെയുള്ള കാരണവന്മാർക്ക് ഒരു തീയച്ചക്കനെ വേണമെന്ന് പറഞ്ഞാ കൂട്ടിക്കൊണ്ടുവന്ന്. അങ്ങനെ കേസെല്ലാം നടത്തിയിട്ട് ഈ സ്ഥലം അച്ഛന്റെ കൈവശാക്കിയത്. ഒരു കൊടുക്കുന്നൊന്നുമില്ല. എന്നേരം കുറെ നാട്ടിലുള്ള അച്ഛന്റെ ഭാഗം അങ്ങനെ കൂടി സ്ഥലം വാങ്ങി. മൂത്തേച്ചിന്റെ ശരിയായ സ്ഥലം എവിടെയാ? നാട് മുണ്ടക്കൽ. ഏടാ മുണ്ടക്കൽ എവിടെയാ? അതേടിയൻ പാല വെള്ളൂര്. പിന്നെ മുണ്ടക്കല ഇവരെ തറവാട്. മുത്താച്ചിന്റെ ചെക്കിയാട് ഏടാ? കല്ലടായിൽ. കാടയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? വീട്ടുപേര് എന്നാ ഒരു കുടുംബ അച്ഛന്റെ പെങ്ങളെ മോന്റെ ഭാര്യ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ അതിന്റെ അമ്മ ഇവിടുന്ന് അതിന്റെ. അന്നേരം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് ഒരു 10-20 വയസ്സുണ്ട്. 20 വയസ്സുള്ളവർ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഏടിയൊന്നും അറിഞ്ഞൂടാ. ഏടിയൊന്നും എങ്ങനെയാന്ന് അറിഞ്ഞു. എന്നോട് പറഞ്ഞ പിന്നെ അമ്മേന്റെ നാടേന് ഇരുന്ന് പൊരിയായിരുന്നു. ചെറിയൊരു കുടില് പോലത്തെ ഒരു പൊരിയനാണ്. കല്ലടൈമിൽ എന്ന് പറഞ്ഞാല് ആടെ ആരെങ്കിലും പേരറിയാവോ? പേരൊന്നും അറിഞ്ഞൂടാ. ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഇന്ന ആളെന്ന് ഓറ് പറഞ്ഞു കൊടുത്തു. ഞങ്ങളെ
ആ അത് അമ്മേന്റെ പേര് മാത. പെങ്ങളെ മോനെ പറഞ്ഞ് പെങ്ങളെ മോന്റെ ഭാര്യ കൂട്ടി കൊണ്ടുപോയത്. ആ ആ കല്ലിടൈമൽ മാതയാ ആ മാത കല്ലിടൈമൽ മാത നിങ്ങളെ അമ്മ. അമ്മ അമ്മ. ആ ആ അച്ഛൻ ആ പോക്ക് അച്ഛൻ ബോക്കന്റെ അച്ഛന്റെ വീട് വെള്ളൂര്. വെള്ളൂര്. ആ ആ ആ കല്ലിടൈമൽ ആ ഭാഗത്ത് നിങ്ങൾ വേറെ ആരെയും അറിഞ്ഞൂടാ. വേറെ എന്റെ അച്ഛന്റെ പെങ്ങളെ മോളുണ്ടേനും കല്യാണം കഴിച്ചു. അല്ല അമ്മേന്റെ വകയിൽ ആരെയാ കാരണന്മാർ നിങ്ങൾക്ക് അറിഞ്ഞു? അറിഞ്ഞൂടാ. കാരണന്മാരുണ്ടോ നമുക്ക്? കാരണന്മാരുണ്ട്. ആങ്ങളമാരുണ്ടോ? ഇല്ല അമ്മേന്റെ അനിയത്തിയില്ല ആങ്ങളെ ഇല്ല. ആങ്ങളെ രണ്ട് അനിയത്തി മരിച്ചു പെട്ടെന്ന്. രണ്ട് പെൺമക്കളാ? അവമക്കളെ രണ്ട് മക്കള് മാത്രം. എന്നെ അമ്മേനെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോയി അമ്മ ഏതോ ഒന്നിനെ പ്രസവിക്കും വന്നതിന് ആ അങ്ങനെ പ്രസവിച്ചേരെ പിന്നെ അന്നേരം അമ്മ മരിച്ചു. അമ്മേന്റെ അമ്മ മരിച്ചതുകൊണ്ട് പിന്നെ അമ്മക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. ആ അങ്ങനെ ഞങ്ങളെ കുടുംബം വിട്ടുപോയി. ആ അമ്മേന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങള് പിന്നെ അങ്ങോട്ട് പോയി. നിങ്ങളെ അമ്മക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യം തോന്നിയില്ല. തോന്നിയില്ല. ഞങ്ങൾ പറയാ ഞങ്ങളെ പറഞ്ഞ് പരിചയപ്പെടുത്തിയില്ല. ആ ആ ആ മരുവന്റെ ഭാര്യ വിട്ടുപോയി. അന്നേരം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഈ അമ്മക്ക് അവിടെ എന്തെങ്കിലും സ്ഥലമോ കാര്യമോ എന്തെങ്കിലും ഉണ്ടോന്നുള്ളതൊന്നും പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ ചോദിച്ചു. ഒന്നും അറിയില്ല. ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടിയല്ലോ. അറിഞ്ഞൂടാ. ഏകദേശം സ്ഥലം എവിടെയാന്നൊന്നും അറിഞ്ഞൂടാ. സ്ഥലം ചെക്കിയാട്. ചെക്കിയാട് എവിടെയാ? ഇപ്പൊ ഇങ്ങക്ക് പോയാലും മനസ്സിലാവും എവിടെയാന്ന്? ഇപ്പൊ മനസ്സിലാവുന്നില്ല. ചെക്കിയാടെ പോയതിന്റെ അടുത്താ. പോയ ബേത്താ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിനെ മാത്രമേ ഉള്ളൂ. ആ ആ കുടിയ ചെറിയ ഓരോ മാത്രം. ചെക്കിയാട് പോയ ചെക്കിയാട് പോയ ആ എന്താണ് പോയല്ലേ? അപ്പോ ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഈ തെറയിലായില്ലേ? അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങള് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന എന്തല്ല സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പല നിങ്ങള് മാത്രം ഉണ്ടാക്കുന്നേ? ഞങ്ങള് മാത്രം ചോറും കറിയും. നിങ്ങള് മാത്രം അച്ചാർ ഉണ്ടാക്കലുണ്ടാ? അച്ചാർ ഞാൻ സ്വന്തമായിട്ട് അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നത്. ആ പിന്നെ പച്ചടിന്റെ കഷ്ണം വേണം. പല സാധനവും ഞാൻ വീടിയെന്ന പോലെ കുറഞ്ഞ സാധനം അധികം. അതിന്റെ ബാക്കി ഇന്നും കുറെ പൈസ ചെലവാക്കിയിട്ടാ ഞാൻ അച്ചാർ നിങ്ങൾ സ്വന്തമായിട്ട് ഇടുന്ന? സ്വന്തമായിട്ട് ഇടുന്ന. നല്ല അച്ചാറാണ്, നല്ല ടേസ്റ്റുള്ള അച്ചാറാണല്ലോ. അതെങ്ങനെ എന്തെല്ലാം അതില് ഇടുന്നേ? ബീറ്റ്റൂട്ട് ഉണ്ടായിട്ട് മറ്റേ നാരങ്ങ കൊണ്ടിട്ട് നാരങ്ങക്ക് ഭയങ്കര പൈസയാ. ആ പൈസയൊന്നും ഇല്ല. അതെങ്ങനെ ഉണ്ടാക്കും? അതിൽ എന്തെല്ലാം ചേരുവ? അതില് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അച്ചാർ പൊടി, ചോർക്ക, പിന്നെ ഉരുവപ്പൊടി ഊടും. ഉരുവപ്പൊടി ഇടും. വെള്ളം ഊടും. നാരങ്ങ അപ്പാട് മുറിച്ചിടുക അല്ലെങ്കിൽ വെള്ളം വാട്ടിയിട്ട് മുറിച്ചിടുക. ആ വാട്ടിയിട്ട് മുറിച്ചിടും. ആ ആ എന്നിട്ട് അത് പിന്നെ ജാമാക്കിയിട്ട് പിന്നെ വെക്കുക. ആ ആ അതില് മധുരത്തിന് എന്ത് ഇടുക? വെള്ളം ഇടും. വെല്ലം ഇടും കുറച്ചില്ലേ? ആ ആ പിന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അച്ചാറല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാർ ഞാൻ ഉണ്ടാക്കും. ആ ആ ആ വേറെ കോഴി ഇറച്ചി ഉണ്ടാക്കും നല്ലോണം? ഇല്ലേ കോഴി ഇറച്ചൊന്നും ഉണ്ടാക്കില്ല. മീന് ഞാൻ വാങ്ങലുണ്ട്. എന്റെ ആങ്ങളെ ഉള്ളടുത്ത് ആങ്ങളിയാ മാങ്ങല് മീൻ. ഇപ്പൊ അമ്പരം ഭാഗ പറഞ്ഞ് മീനൊന്നും വേണ്ട. നിങ്ങള് വയലിൽ പണിക്കെല്ലാം പോക്കില്ലേനാ? മുമ്പ് പോക്കുണ്ട്. എല്ലാ പണിക്കും. പണിക്കും മൂരുവനും എല്ലാം മൂരുവനും നടുവനും തലയിലെടുക്കാനും എല്ലാം കൊണ്ടു എല്ലാത്തിനും പോക്കുണ്ട് അല്ലേ? പിന്നെ അത് പിന്നെ നിർത്തിയതാ? നിർത്തിയ ആരോഗ്യപരമായിട്ട് എനിക്ക് സുഖമില്ലാകൊണ്ട് നിർത്തിയ. ആ മുമ്പ് ഇവിടെ എല്ലാം വയലല്ലേനാ? നിങ്ങളെ മുമ്പിലെല്ലാം ഇവിടുന്ന് അങ്ങേക്കര കാണുന്നവരെ വയലേ വെള്ളം കാരിയാല്. ആ അന്നേരം ഇവിടുന്ന് ചെമ്പിലെല്ലാം ആള് പോക്കില്ലേ? ആ ഉരുളി കുട്ടുവത്തില് ഇവിടെ വരെ വെള്ളം വരുവേനു. ഇവിടുന്ന് നേരെ അങ്ങേക്കരക്ക് പോവും. എനക്ക് ഓർമ്മയുണ്ട്. ഇനി പറഞ്ഞിട്ട് വേണ്ടേ? ആ ഈ ശങ്കരത്തിന്റെ വീഡിയോയിലെല്ലാം പഴുതായി പോവും. എന്നിട്ട് ഇവിടുന്ന് പിന്നെ നമ്മളെ ഇതില്ലേ ഉരുളിയല്ല വട്ടള നമ്മളെ പണ്ട് ചോറ് വെക്കുന്നേ അതില് കാര്യിട്ട് ആളിങ്ങനെ തോഞ്ഞു പോവാ. അങ്ങേക്കാർക്ക് ഇല്ലല്ലേ? അത് തോണി പോലെ അല്ലേ? അമ്മയുടെ സ്ഥലത്തിന്റെ ഒരു അനിയത്തിന്റെ പേരെന്ന് പറഞ്ഞുകൂടാലോ അല്ലേ? അനിയത്തിന്റെ അമ്മമ്മേന്റെ മുത്താച്ചിന്റെ അനിയത്തിന്റെ പേരെന്ന് പറഞ്ഞുകൂടാലോ?
മാത അമ്മ അമ്മ എന്റെ അനിയത്തിന്റെ പേര് അധികം ഉറക്കോ അതുണ്ടോ പറയുന്നത് കുട്ടിയുണ്ടോ കൂടി മരിച്ചേ. നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 70 വയസ്സോളായി. 70 70 പോരെ? എനക്കായല്ലോ 60. മതിയാ? 75 ആ 75 അങ്ങനെ ആയിട്ടുണ്ടാവും.